നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഭീഷണി ഉയർത്തുന്നതിൽ മുഖ്യ സ്ഥാനത്ത് ടൂത്ത് പേസ്റ്റ് കൂടെയുണ്ട്. എന്താണ് ടൂത്ത് പേസ്റ്റിൻ്റെ അപകടം എന്നറിയില്ല എങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ കവറെടുത്ത് വായിച്ചു നോക്കുക. അതിൽ മഹാവിഷമായ ഗ്ലൈക്കോളും സോഡിയം ലാറിൽ സൾഫേറ്റും നിരവധി കെമിക്കലുകൾ വേറെയുമുണ്ട്. പല ടൂത്ത് പേസ്റ്റുകളുടെയും പുറത്തൊരു വാണിംഗ് ഉണ്ട്, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. ടൂത്ത് പേസ്റ്റ് വിഴുങ്ങിയ മലയാളി ബാലൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത 2009 ജൂൺ 19 മലയാള മനോരമയിൽ വന്നിരുന്നു. ബഹ്റൈനിലെ മനാമ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ തിരുവനന്തപുരം സ്വദേശി വില്യം സാമുവലിൻ്റെ 4 വയസ്സുകാരനായ ആറോണാണ് ടൂത്ത് പേസ്റ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ചത്. ഇത് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. ബ്രിട്ടനിലെ ഫ്രാൻസിസ്ക സന്ന 19 വയസ്സുകാരിയായ യുവതി പുതിയൊരു ടൂത്ത് പേസ്റ്റ് എടുത്ത് വായിൽ വെച്ചു, കുഴഞ്ഞു വീണു, ആശുപത്രിയിൽ എത്തിച്ചു. ആ കെമിക്കലിൻ്റെ ഏതോ ഒരു കെമിക്കലിൻ്റെ സ്മെല്ല് ശ്വാസകോശത്തിന് പിടിച്ചില്ല, ശ്വാസകോശത്തിന് ഷോക്കുണ്ടായി. അങ്ങനെയാണ് മരണം നടന്നതെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നത്. നമ്മുടെ കുട്ടികളിൽ എത്രയോ കുട്ടികളുടെ ശ്വാസ തടസ്സം, ആസ്തമ, അതേപോലെ ടോൺസിൽ തകരാറാണ്. ടൂത്ത് പേസ്റ്റ് നിർത്താൻ പറഞ്ഞു. കാരണം ടോൺസിൽ തകരാറുണ്ടാകണമെങ്കിൽ മലബന്ധം ഉണ്ടാകും. പക്ഷെ മലബന്ധം കാര്യമായിട്ടില്ല, ടോൺസിലിൻ്റെ തകരാറുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നു. ഇതാണ് വരുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും റിപ്പോർട്ട്. അപ്പോൾ നാക്ക് നോക്കി നമ്മൾ നോക്കിയിട്ട് കൂടുതൽ പ്രയാസം കാണുന്നില്ല എങ്കിൽ നേരെ ടൂത്ത് പേസ്റ്റ് നിർത്താനാണ് അമ്മമാരോട് ആവശ്യപ്പെടുക. ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അവർ വിളിക്കുന്നു, ഡോക്ടറെ ടൂത്ത് പേസ്റ്റ് നിർത്തി, ഒരു കുഴപ്പവും ഇല്ല, കുട്ടിക്ക് ഓപ്പറേഷൻ വേണ്ടി വരില്ല, ടോൺസിൽ ശരിയായിരിക്കുന്നു. എത്രയോ റിപ്പോർട്ടുകൾ. ആസ്തമ മാറിയിരിക്കുന്നു. അതുകൊണ്ട് മുതിർന്നവരായാലും ടൂത്ത് പേസ്റ്റ് ക്യാൻസർകാരിയാണ്. നിങ്ങൾ എത്ര വായ കഴുകിക്കഴിഞ്ഞാലും ഉമിനീരിലൂടെ അല്പാൽപമായി അതുള്ളിലേക്ക് ഇറങ്ങും. പല്ല് തേയ്ക്കാനായിട്ട് ഈ ടൂത്ത് പേസ്റ്റ്, ഈ കെമിക്കലുകൾ ഒരിക്കലും പാടുള്ളതല്ല. നമ്മുടെ വായയിലുള്ള ബാക്ടീരിയകൾ ദഹനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളവയാണ്, അതിനെ കൊല്ലാൻ പാടില്ല. പകരം മാവില, ആര്യവേപ്പിൻ്റെ കമ്പ്, തെങ്ങിൻ്റെ കൊലഞ്ഞിൽ, ഇതൊക്കെ നമുക്കെടുക്കാം. അതൊക്കെ എവിടെ കിട്ടാനാണ്? പ്രത്യേകിച്ച് നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ, ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ എവിടെ കിട്ടും? അവർക്ക് വേറൊരു കാര്യം ചെയ്യാം. അവർ പൽപ്പൊടി, ആയുർവേദ പൽപ്പൊടികൾ, പ്രകൃതി പൽപ്പൊടികൾ ധാരാളമുണ്ട്. നേച്ചർ ലൈഫിന് അഗ്നി എന്ന പേരിലൊരു പൽപ്പൊടിയുണ്ട്. അതുപയോഗിക്കാം, വാങ്ങാം. വരുമ്പോഴെല്ലാം ഗൾഫിലുള്ള പ്രവാസികൾ ഒന്നിച്ചു കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോവുക. ധാരാളം പേരങ്ങനെ ചെയ്യുന്നുണ്ട്, പരസ്പരം കൊടുക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഉമിക്കരി, ഈ ലോകത്തുള്ളതിൽ ഏറ്റവും നല്ലത്, ഞാനിറക്കുന്ന അഗ്നിയേക്കാൾ നല്ലത് ഉമിക്കരിയാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് അല്പം ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് വെച്ചാൽ സകല പേസ്റ്റ് കമ്പനിക്കാരും ക്യൂ നിന്ന് അവരുടെ വീട്ടാവശ്യത്തിന് അത് വാങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉമിക്കരി അതുപോലുള്ള സാധനങ്ങൾ പല്ല് തേയ്ക്കാൻ ഉപയോഗിക്കുക.